പറയുടെ കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. നാടിൻ നെഞ്ചിൽ നഞ്ചു കലക്കും വഞ്ചകർ വാഴും കാലം. കലികാലം, ഇത് കലികാലം. കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കൊക്കിന് കൊള്ളാൻ ചക്കിന് വെക്കും ബിരുദന്മാരുടെ കാലം. കാര്യം കാണാൻ കഴുതക്കാലിൽ കമിഴ്ന്നു വീഴും കാലം. കലികാലം, ഇത് കലികാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. ചിരിക്കുപിറകിൽ മൂർച്ചക്കത്തികൾ ഒളിച്ചു വെക്കും കാലം. ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കും ചാപ്പന്മാരുടെ കാലം. കലികാലം, ഇത് കലികാലം. കലികാലം, ഇത് കലികാലം. ചീരവിത്തിനാണ് വന്നതെങ്കിൽ തീർന്നുപോയി. വെണ്ടയ്ക്കയും കയ്പയ്ക്കും വേണമെങ്കിൽ 2-ാം തീയതി വന്നോ. ചീര വിത്തും വേണ്ട സാറേ, വേണ്ട വിത്തും വേണ്ട. മത്തം കുത്തിയാല് കുമ്പളം മുളക്കൂലാന്നൊരു ചൊല്ലുണ്ട്. പച്ചയെങ്കി നിങ്ങൾ കൊടുക്കുന്ന വിത്തില് കുമ്പളവും മുളക്കും, അതിന്റെ അപ്പുറം മുളക്കും. ഓ രാവിലെ നിന്നെ കൊടിയും തൂക്കി പിടിച്ചു വന്നത് എന്നെ കുറ്റം പറയാനാ? ഈ സ്ഥാനത്തിരിക്കുമ്പോ നിങ്ങൾക്ക് വിഷമം മനസ്സിലാവൂ. കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും. കുറ്റം പറയുന്നതല്ല സാറേ, ഞമ്മള് പറഞ്ഞ് സത്യാന്ന്. ഈന്റെ ഇടയിൽ ഒരു വാർത്ത വന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് നമ്മുടെ ജില്ലയില് കൃഷി ഭവനിന്ന് കൊടുത്ത നേന്ത്രമ്പായന്റെ കന്ന് ആ പാവം കർഷകൻ നട്ട് നനച്ച് കൊലച്ച് വന്നപ്പോഴോ ഞെട്ടിപ്പോയില്ലേ? ഇവിടെ ഞെട്ടാ മാത്രം എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? വായേരെ മുകളിൽ തേങ്ങയൊന്നും പിടിച്ചില്ലല്ലോ. അതല്ലേ രസം. വായെല്ലാം കൊലച്ച് വന്നപ്പോഴോ എല്ലാം റോബസ്റ്റ. അപ്പൊ ആ സംഭവം കൃഷി ഓഫീസർ അറിയിച്ചില്ലേ? കൃഷി ഓഫീസറോട് ചോദിച്ചപ്പോ സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞിനോലോ. ഈ സാമ്പിള് വരാൻ തന്നെ കാലത്ര പിടിക്കും. അല്ല ഇനിയിപ്പം വേഗം വന്നു തന്നെ വെക്കാം. അപ്പേക്ക് നിങ്ങൾ ഈ ഓഫീസറാണ് സ്ഥലം മാറി പോയിട്ടുണ്ടാവൂലേ? പാവം കർഷകർ എന്താ ചെയ്യട്. എന്തായാലും വാഴ കൊലച്ചില്ലേ, അത് തന്നെ വലിയ ഭാഗ്യം. നിങ്ങൾ വന്ന കാര്യം പറ. കൃഷിക്കാർക്ക് കൊടുക്കുന്ന ഫ്രീ വൈദ്യുതിക്ക് അപേക്ഷിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞമ്മ. ഇതാ അപേക്ഷിത. എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് വളപ്പിനകത്ത് അന്തു. അതിന് ഈ ഒരു കടലാസ് മാത്രം പോരാ. അതൊക്കെ ഞമ്മക്കറിയാം സാറേ. എത്ര കടലാസ് വേണം, എത്രേന്റെ കടലാസ് വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാ മതി. അതാവുമ്പോ നമുക്ക് ഈ നടത്തം ഒഴിവായി കിട്ടുമല്ല. കൈക്കൂലിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ കാല് മാറിപ്പോയി. ഞാൻ മിസ്റ്റർ, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഈ ഉൽപ്പന്നത്തിനെ കുറിച്ച് എന്താണ് ഉദ്ദേശിച്ചത്? കയ്യിൽ എത്രയുണ്ടോ? അല്ല ഈന്റെ കൂടെ വേറെന്തെന്നോ വേണമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞില്ല. എല്ലാ കടലാസുകളും വേണം. വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വരണം. ആയിക്കോട്ടെ. എന്താ പിന്നെ അതിന്റെ ഒരു കുറവ് വേണ്ട. ഇപ്പൊ തന്നെ ഞാൻ പോയിട്ട് അത് മേങ്ങിട്ട് വരാം. ഓരോരോ മേനക്കേടാക്കാ. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. കൃഷി ഓഫീസിൽ പോയി. അപ്പോഴാ പറഞ്ഞത് ഇവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഈ കർഷകർക്കുള്ള സൗജന്യ വൈദ്യുതിക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിനില്ല അപേക്ഷിത. അതിന് ഇത് മാത്രം പോരാ, നികുതി അടച്ച കടലാസും വേണം. അത് ഇപ്പൊ കൊണ്ടുവന്നിട്ടാ. വേണമെങ്കിൽ അത് വീട്ടിലുണ്ട്.
ആ അത് പറ്റൂല, ഈ വർഷത്തേത് തന്നെ വേണം. എന്നാ അതിന്റെ ഒരു കുറവ് വേണ്ട, നീതി അടച്ചോ. വളപ്പിന്റെ അകത്ത് അന്തു, നാരങ്ങാ പറമ്പ്, സർവേ നമ്പർ 111 18 ഇന്ന് പറ്റൂല, നികുതി അടക്കേണ്ട റെസീറ്റ് തീർന്നു. പോരാത്തനി കാർബൺ പേപ്പറും ഇല്ല. അങ്ങനെ പറയല സാറേ, ഇന്ന് ലാസ്റ്റ് ഡേറ്റ് എന്നാ കൃഷി ഓഫീസർ പറഞ്ഞു. ഇന്ന് എല്ലാവരും ലീവാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങൾ മനസ്സ് വെച്ചാല് രശീതി ഉണ്ടാവും, കാർബൺ പേപ്പറും ഉണ്ടാവും. ഹലോ, അതെ അതെ, ആ ഓഫീസറാണ്. ആ പറഞ്ഞോളൂ. ആ അന്ന് പറഞ്ഞ കാര്യം അല്ലേ? അതെ അതെ അതെ. ആ എടോ, നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞ ഞാൻ അവിടെ ഒരു കമ്പി വേലി കെട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പൊ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം എന്നെ വിളിച്ചിങ്ങനെ പറയും. ആ ശരി, ഞാനിപ്പോ വരാം. ആ ശരി. പിന്നെ ഒരു കാര്യം ചെയ്യുന്നത്, ഇന്ന് പോയിട്ട് നാളെ വാ. എന്താ പറഞ്ഞാല് എനിക്കൊരു പ്രശ്നം തീർക്കാൻ, ഒരു വലിയ പ്രശ്നമാണ്, ഒരു തേങ്ങയുടെ പ്രശ്നം. തേങ്ങയുടെ പ്രശ്നം? 2 പറമ്പുകാർ തമ്മിലുള്ള പ്രശ്നമാണ്. അവരെ കയ്യാലേന്റെ മുകളിൽ ഇപ്പൊ ഒരു തേങ്ങയുണ്ട്. ഞാൻ പോയിട്ട് അതിർത്തി തിരിച്ചിട്ട് വേണം ഇത് ആരതെന്ന് തീരുമാനിക്കാൻ. അതുകൊണ്ട് എനിക്കിപ്പോ ഇന്ന് നിങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ പറ്റൂല. നിങ്ങൾ പോയിട്ട് നാളെ വാ. നിങ്ങൾ അങ്ങനെ പറയല എന്റെ പൊന്നു സാറേ. ഈ കർഷകരെ പ്രോത്സാഹിപ്പിക്കണം എന്നല്ലേ നിങ്ങളെ പോലെ ഓഫീസർമാരൊക്കെ പറയുന്നപ്പാ. ഇതില്ലാഞ്ഞിട്ട് നിങ്ങൾക്ക് എനിക്ക് കണക്ഷൻ കിട്ടാതിരിക്കണ്ട. അപ്പുറം പോയിട്ട് ശീലം കുത്തിയിട്ട് പോയി. വലിയ ഉപകാരം സാറേ. മോനെ ഒന്ന് വേഗം കൃഷി ഓഫീസിലേക്ക് വിട്ടേ. ഒരിക്കൽ വേഗം വിട്ടേ മോനെ. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണെന്നോലും മനുഷ്യന്മാരെ കളി കളിപ്പിക്കാൻ വേണ്ടിട്ട്. ഒരിക്കൽ അങ്ങോട്ട് പറഞ്ഞു, ഒരിക്കൽ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു, ഒരിക്കൽ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു. എന്തിന് ഇവർ കളിപ്പിക്കുന്നു മനുഷ്യന്മാരെ വെറുതെ. നിങ്ങൾ പറഞ്ഞ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് സമയമില്ല, നിങ്ങൾ ഇന്ന് പോ, നാളെ വാ. നിങ്ങളല്ലേ പറഞ്ഞത് ഇന്ന് അവസാനത്തെ തീയതിയാണെന്ന്? മനുഷ്യന്മാരെ കളിയാക്കിയത് നിങ്ങൾ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ചൂടാവുന്നത്? നിങ്ങളെ കടലാസും അപേക്ഷ പുറക്ക് ഇടോക്ക്. ഇത് നിങ്ങൾ ഇന്ന് പോ, നാളെ വാ. നാളെ വരാൻ പാടില്ല. നാളെ കലക്ടർ മീറ്റിംഗ് ആണുള്ളത്. നമുക്ക് കൃത്യമായിട്ട് പോകണ്ട. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ 6-ാം തീയതി വന്നു. 6-ാം തീയതി ആകുമ്പോ പ്രശ്നമില്ല. ഇല്ല 6-ാം തീയതി എന്റെ സുഹൃത്തിന്റെ ഒരു കുട്ടിയുടെ പാല് കോരി ചടങ്ങാന്ന്. എനിക്ക് എന്തായാലും പോണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, 8-9 നിങ്ങൾ പോ. ഇത് തന്നെ ഈ സർക്കാർ ഓഫീസിന്റെ തകരാറ്. ഫുട്ബോൾ തട്ടുന്ന പോലെ ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കോണ്ടിരിക്കും. കടലാസെല്ലാം ശരിയായിട്ട് വരുമ്പോക്കോ ഈ ബോളിന്റെ കാറ്റും പോയിട്ടുണ്ടാവും. കലികാലം ഇത് കലികാലം, കലികാലം ഇത് കലികാലം. പച്ചെങ്കി നിങ്ങള് വളപ്പിനകത്ത് അന്തു സാമ്പിൾ എനിക്ക് വേഗം വന്നു തന്നെ വെക്ക. അടന്ന് കിട്ടത്. ഈ കർഷകൻ കുത്തിയിട്ട് ഞെട്ടി വേലത്തി നോക്കുമ്പോ ഇവിടെ ഞെട്ടാ മാത്രം എന്താണോ സംഭവിച്ചത്? വായര മുകളിൽ തേങ്ങ ഒന്നും പിടിച്ചില്ലല്ലോ. ഓഫാക്കാട്ടാ.